ഒരു കുറ്റവാളി താൻ പിടിക്കപ്പെടുമ്പോൾ മാത്രമല്ല കുറ്റവാളിയായിത്തീരുന്നത്. ഒരുപക്ഷെങ്കിൽ ജനമുൻപാകെ താൻ കുറ്റവാളിയായിത്തീരുന്നത് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ്. എന്നാൽ മനസാക്ഷിയുടെയും പ്രമാണത്തിൻ്റെയും സത്യത്തിൻ്റെയും സത്യദൈവത്തിൻ്റെയും മുൻപാകെ പിടിക്കപ്പെട്ടില്ലെങ്കിലും താൻ കുറ്റവാളി തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയമുണ്ട്. ഒരു യുവ സഹോദരൻ തൻ്റെ ശുശ്രൂഷ വേളയിൽ ജനങ്ങളോട് യാതൊരു മര്യാദയുമില്ലാതെ പണം ആവശ്യപ്പെടുന്ന വിധത്തിൽ ഉള്ളൊരു വീഡിയോ. മറ്റൊന്ന്, നിൻ്റെ വീട്ടിൽ തങ്കം വരണമോ എന്ന് ചോദിച്ചുള്ള ഒരു വീഡിയോ. ഇത് രണ്ടും ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് കുറേ റീലുകൾ കേൾക്കുന്നുണ്ടായി. അവിടെയെല്ലാം ഈ സാമ്പത്തിക അനുഗ്രഹവും സാമ്പത്തികമായ ഒരു ഉന്നമനം മാത്രം വാഗ്ദാനം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് തൻ്റെ റീലുകളിൽ ഞാൻ ഏറിയ പങ്കും കേട്ടത്. അദ്ദേഹം ആരാണെന്ന് ഇവിടെ പറയുവാനോ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ ഇവിടെ വീണ്ടും പ്രദർശിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇത് അറിഞ്ഞവർ മാത്രം, അതായത് ഈ കക്ഷി ആരാണെന്ന് അറിഞ്ഞവർ മാത്രം അറിഞ്ഞാൽ മതി. ഈ വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു പുതിയ അറിവ് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു തെറ്റ് ചെയ്തൊരു വ്യക്തി പരസ്യമായി ഒരു മാപ്പ് അപേക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ജനമുൻപാകെ മാപ്പ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ജനത്തിൻ്റെ പക്ഷത്തു നിന്ന് അവരോട് ഒരനുഭൂതി, ഒരു അനുകമ്പ, ഒരു നല്ല മനോഭാവം ഇതുണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളും അദ്ദേഹത്തിൽ വന്ന തെറ്റുകൾ തൻ്റെ മനോഭാവം എന്താണെന്ന് വളരെ വ്യക്തമായി പ്രകടമാക്കുന്ന ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ വേറൊരു ദൈവദാസൻ ഈ വീഡിയോ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയ മോൻ മാപ്പ് ചോദിക്കുന്നത് വളരെ പ്രശംസാർഹമാണ് എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നും. അതിനകത്തൊരു സൈക്കോളജി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരിക്കലൊരു സ്ഥാപനത്തിൽ 42 പേര് പഠിക്കുന്നൊരു സ്ഥാപനത്തിൽ അവിടെ കിച്ചണിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആ 42 കുട്ടികളുടെ ഇടയിൽ ഒരുവനോട് മാത്രം എന്തോ വലിയൊരു വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. അവനെ കാണുന്നതേ ഇഷ്ടമല്ല, അവനോട് വളരെ അനിഷ്ടമായൊരു ഇടപെടൽ നടത്തുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്ക് വലിയ കാര്യമാണ്. ഇത് ഈ പയ്യൻ്റെ മനസ്സിൽ കിടന്നു. ഒരു ദിവസം ഈ പയ്യൻ്റെ പണി ചെയ്തു. ഏകദേശം 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. താൻ ആ സ്ത്രീയെ വല്ലാതെ അങ്ങോട്ട് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് മനസ്സ് വ്യസനിപ്പിച്ചു. കണ്ടമാനം മനസ്സ് വിഷമിപ്പിച്ച് കഴിഞ്ഞ് ഇത് രാവിലെ സംഭവം ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ചെന്നിട്ട് പറഞ്ഞു, ആൻറ്റി, ഞാൻ ആൻറ്റിയോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. പക്ഷേ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയോട്, ഒരമ്മയോട് ഞാനിങ്ങനെ പറയരുതായിരുന്നു. അത് വളരെ തെറ്റായിപ്പോയി. അതുകൊണ്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, പിറ്റേ ദിവസം മുതൽ ഈ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ അങ്ങനൊരു വാത്സല്യം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം. ഇതൊരു സൈക്കോളജിക്കൽ ഇടപെടലാണ്. ശരിക്കും ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ യുവാവ് ഇടപെട്ടത് ഇതേ ശൈലിയാണെന്നും ഈ യുവാവിൻ്റെ ക്ഷമാപണത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്ന ലക്ഷ്യം ഇതാണെന്നും താൻ അതിൽ നല്ലതുപോലെ വിജയിച്ചുവെന്നും അതിൻ്റെ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. വളരെ ദയനീയമായ ഒരനുകമ്പയോടുകൂടി, ഒരു സിമ്പതിയോടുകൂടി ആളുകൾ കമൻ്റ് ഇടുന്നു. ഏത് പേഴ്സ് തുറക്ക്, ഉള്ളത് ഇങ്ങോട്ടിട്, നിങ്ങൾ നടന്നു പോയാൽ എനിക്ക് വിഷയമില്ല, അതിൻ്റെ വീട്ടിൽ തങ്കം വരണോ, വിശ്വാസമില്ലെങ്കിൽ ഊരി ഇങ്ങോട്ട് താ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് കമൻ്റ് ഇട്ട വ്യക്തികൾ ഇപ്പോൾ ഭയങ്കര എന്ത് ഒരു സിമ്പതി. ഇത് തന്നെയാണ് താൻ ആഗ്രഹിച്ചത്.
അതുകൊണ്ട് ഞാൻ ചില വചനഭാഗങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ഇതേപോലെ സമാനമായ പ്രവർത്തികൾ ചെയ്യുന്നവരും തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. കുപ്രസിദ്ധി എന്നുള്ളൊരു പദം മനുഷ്യ സംസ്കാരത്തിൻ്റെ നിഘണ്ടുവിൽ നിന്ന് അപ്രത്യക്ഷമായൊരു കാലമാണ്. പണ്ടൊക്കെ ഞാൻ ഈ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ടെൻസിങ്ങും ഹിലാരിയും അങ്ങും ഇങ്ങും പരസ്പരം നോക്കി നിന്ന് ചിരിക്കുന്ന ഒരു പടം ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. അവർ ലോകം അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളായി തീരുവാനുള്ള കാരണം അവരുടെ ജീവൻ പണയം വെച്ച് അവർ എവറസ്റ്റിനെ കീഴടക്കി എന്നുള്ളതാണ്. അത്രയ്ക്കും വലിയ സാഹസികത ചെയ്തപ്പോഴാണ് ടെൻസിങ്ങും ഹിലാരിയും ലോകം അറിയപ്പെടുന്ന വ്യക്തികളാകുകയും ചരിത്രത്തിൻ്റെ ഏടുകളിൽ മായ്ക്കാത്ത കുറിപ്പുകളായി മാറുകയും ചെയ്തു. ഇന്ന് ജനശ്രദ്ധയാർജിക്കുവാൻ എന്തെങ്കിലും ഇച്ചിരി സ്ഥാനവും മാനമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു വിവരക്കേട് പറഞ്ഞാൽ മതി. ഇല്ല എങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും, നിങ്ങളുടെ ഏതെങ്കിലും നാട്ടിൽ അതൊരു തെറിയാണ്, എന്നോട് ക്ഷമിക്കണം, പോക്കൃത്തരം കാണിച്ചാൽ മതി, എന്നാൽ ഫേമസ് ആകും. സത്യത്തിൽ ഈ കാലത്തിന് അനുസൃതമായൊരു തന്ത്രമാണ് APS സഹോദരൻ തിരഞ്ഞെടുത്തത്. ഞാൻ ആദ്യം പറയുന്നു, ഒരു സുവിശേഷകന് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട പണം സമർപ്പണമാണ്. ഈ പണമുണ്ടെങ്കിൽ, ഏത് സമർപ്പണമെന്ന ഒരു പണമുണ്ടെങ്കിൽ, പ്രിയ സഹോദര, താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അത് എത്ര അതിരുകൾക്കപ്പുറമാണെങ്കിലും സർവശക്തനത് ചെയ്യിപ്പിച്ചിരിക്കും. മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമെന്ന് തോന്നിയാലും നിന്നെക്കുറിച്ച് അങ്ങോട്ട് പദ്ധതി അങ്ങനെയുണ്ടോ, ഇതിൻ്റെ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അത് ചെയ്തിരിക്കും. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുമ്പോൾ കണ്ണിൽ കണ്ടവരെയല്ല വിളിച്ചുകൊണ്ട് പോകുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ളവരെയാണ്. അതിലൊരു വ്യക്തി ഏറ്റവും ആദ്യം തൻ്റെ വേല തികച്ചു പോയ ഒരാൾ യൂദയാണ്. തന്നെ വിളിച്ചത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അത് താൻ തികച്ചു പോയി. ബാക്കി 11 പേരുണ്ട്. ഈ 11 പേരിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ചില ആളുകളുണ്ട്. കത്തോലിക്ക സഭയും ഇവിടെ അവരുടെ ചരിത്രത്തിലേക്ക് പോയി അവർക്ക് ആദ്യം പറയാനുള്ള പത്രോസാണ്. കത്തോലിക്ക സഭ മാത്രമല്ല, വചന സ്വതന്ത്രമായി പഠിച്ചാൽ അത് ശരി തരിക. ഇന്ത്യൻ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ ആദ്യം കയറി വരുന്ന തോമസ് ആയിരിക്കും. യേശു ഏറ്റവും അധികം സ്നേഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കയറി വരും. ഇവരൊക്കെയും കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം പല ശുശ്രൂഷകൾ ചെയ്തതായി നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. പത്രോസ്, അതുപോലെ തന്നെ പത്രോസിനെ പോലുള്ള പ്രമുഖ അപ്പോസ്തലന്മാർ തന്നെ. മാത്രമല്ല, ലേഖനങ്ങൾ സുവിശേഷങ്ങളൊക്കെ എഴുതുന്നതിൽ ശിഷ്യന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചില ശിഷ്യന്മാരുണ്ട്, ചിലരുടെ പേര് പറയാം, ദിദിമോസ്, തഥായി എന്നിങ്ങനെ ചില അപ്പോസ്തലന്മാരെക്കുറിച്ച് യാതൊരു കേൾവിയും വചനങ്ങളില്ല. അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ലേഖനം എഴുതി, ഇന്ന സുവിശേഷം, അല്ലെങ്കിൽ ഇന്ന സുവിശേഷം എഴുതി, ഇല്ല എങ്കിൽ ഇന്ന കൂട്ടായ്മയിൽ അവർ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഇന്ന വീടുകളിൽ പോയി സുവിശേഷം പറഞ്ഞു. യാതൊരുവിധ ചരിത്ര വിവരണങ്ങളും അവരെക്കുറിച്ചില്ല. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം. ഈ ദിദിമോസ് ചോദിക്കുക, പത്രോസിനെ തന്നുള്ളിൽ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നീ പത്രോസിനെ വിളിച്ചില്ലേ? അതുപോലെ തന്നെ എന്നെ വിളിച്ചത്? അതെ. പത്രോസിനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിച്ചില്ലേ? എന്നെ കൊണ്ട് എന്താ ചെയ്യിച്ചേ? എനിക്കൊരു ചെറിയ സാക്ഷ്യം പറയാനുള്ള അവസരമെങ്കിൽ തന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ മറുപടി കേട്ടോ. ഒരിക്കലും ഇങ്ങനെ പത്രോസ് ചോദിച്ചു, ഗുരു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അങ്ങനെ കർത്താവ് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെയും നിങ്ങൾ ന്യായം വിധിക്കും. അവിടെ
പത്രോസിന് വലിയൊരു സിംഹാസനം വന്നു. ദിദിമോസിനോ തദായിക്കോ ചെറിയൊരു കൊരണ്ടി, ഞങ്ങളുടെ സംസാര ഭാഷയാണ് അത്. അങ്ങനെ കൊടുക്കാൻ പോകുന്നൊന്നും പറഞ്ഞില്ലല്ലോ. 12 പേർക്കും ലഭിക്കുന്ന മാന്യത, സിംഹാസനം, തുല്യ പദവിക്ക് പോരാ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവിടെ വിശുദ്ധ നഗരത്തിൻ്റെ ഗോപുരങ്ങളിൽ എഴുതുന്ന പേര്, അവിടെ 12 അപ്പോസ്തലന്മാരുടെ പേര്. ആരുടെയെങ്കിലും പേര് ഒഴിവാക്കിയോ? ഇല്ല. ആർക്കെങ്കിലും ചെറിയ തോതിലൊരു പദവിയെ കൊടുത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ വേലയ്ക്കായി കർത്താവ് വിളിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ പേര് കേട്ട ചില പ്രശസ്ത ദൈവദാസന്മാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവരെ ജനമറിയും, എന്നെ ജനമറിയില്ല. ഇതൊക്കെ വെറും തോന്നലാണ്. പ്രതിഫലം കൊടുക്കുന്ന നാളിൽ ദൈവം എന്താ പറഞ്ഞ, വേലയ്ക്ക് വരുന്നവർ 9 മണി നേരത്ത് വന്നവരും 6 മണി നേരത്ത് വന്നവരും 11 മണി നേരത്ത് വന്നവരൊക്കെയും തുല്യമായ ശമ്പളമാണ് കൊടുത്തതെന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ആ ദൈവദാസൻ അങ്ങനെ ശ്രേഷ്ഠവേറിയ ശുശ്രൂഷ ചെയ്തു. ഞാനിങ്ങനെ ആരും അറിയാതെ 2 ട്രാക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 2 വ്യക്തികളോട് സുവിശേഷം പറയുന്നു. ഈ വ്യക്തികളോട് സുവിശേഷം പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. ഈ നമ്മുടെ കഥാപാത്രമായി സഹോദരൻ തൻ്റെ ക്ഷമാപണത്തിൻ്റെ കാര്യം പറയുക. ഞാനങ്ങനെ ആരോടും അനാവശ്യമായി പണം ചോദിച്ചിട്ടില്ല, നല്ല കാര്യം. അനാവശ്യമായി ഞാൻ സഹായം ചോദിച്ചിട്ടില്ല, നല്ല കാര്യം. അടുത്ത വാക്ക് കേട്ടോ, അനാവശ്യമായി ഞാൻ ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും ഗൗരവം കൊടുത്ത ആ വാക്കിലാണ്. അനാവശ്യമായി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഞാൻ ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിനെ പറഞ്ഞിട്ടുള്ള. എന്താവശ്യം കണ്ടോ? അത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ താൻ കുരുക്കപ്പെടാൻ പോകുന്ന ചില പ്രസ്താവനയുണ്ട്. തനിക്ക് ആവശ്യത്തിന്, അതായത് പണത്തിൻ്റെ ആവശ്യത്തിനുണ്ടെ മാത്രമേ സുവിശേഷം പറഞ്ഞിട്ടുള്ളൂ. അതാണ് അനാവശ്യമായി ഞാൻ സുവിശേഷം ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ അതിൻ്റെ ശബ്ദ ഓഡിയൊന്നും ഇവിടെ കേൾപ്പിക്കുന്നില്ല, വീഡിയോ പ്രദർശിപ്പിക്കുന്നുമില്ല. ഞാനത് ഉണ്ടാക്കി പറയുന്നതാണോ അതോ അതിന് തെളിവുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനത് പുറത്ത് കാണിക്കും. അപ്പോൾ അതുപോട്ടെ, അനാവശ്യമായി സുവിശേഷം പറഞ്ഞിട്ടില്ല ആരോടും. നോക്കിക്ക് എത്ര പവിത്രമായിട്ട കാര്യം പറഞ്ഞതെന്ന്. മടങ്ങി വരട്ടെ. അപ്പോൾ വ്യക്തിപരമായി സുവിശേഷം പറയാനുള്ള അവസരമേ കിട്ടിയുള്ളെങ്കിൽ അത് വലിയ കാര്യമാണ്. പിന്നെ കവല പ്രസംഗമാണെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം. കണ്ട AC ഹാളിലൊക്കെ കയറി നിന്ന് വലിയ സദസ്സിൻ്റെ മുമ്പിൽ കയറി ശാസ്ത്രമാണെന്ന് പറഞ്ഞ് കുറേ വിട്ടിത്തിരക്കെ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കവലയിൽ പോയി നിന്ന് സുവിശേഷം പറയുന്നത്. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, മറ്റുള്ളൊരു വലിയ ശുശ്രൂഷ ചെയ്ത് എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ധാരണ വേണ്ട. പിന്നെ താൻ്റെ കാര്യം പറഞ്ഞു, തൻ്റെ ഈ പേഴ്സിൽ നിന്ന് പൈസ എടുക്കാൻ വിളിച്ച് പറയുന്ന സന്ദർശനത്തിലുള്ളൊരു കാര്യം പറഞ്ഞു. ഇനി ചില ചേട്ടന്മാരൊക്കെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ അങ്ങോട്ട് പൊതുവിലേക്ക് വിടും. ഏതായാലും ഞാൻ ചീത്ത കേട്ടു, എന്നാൽ ചെയ്തിട്ട് കേട്ടേക്കാം. അടുത്ത വാക്ക്, അങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ഫേമസ് ആക്കിത്താ. എങ്ങനെയാ? അങ്ങനെയെങ്കിലും ഞങ്ങളെയൊന്ന് ഫേമസ് ആക്കിത്താ. ഇപ്പം എങ്ങനെയുണ്ട്? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഒരു സഹോദരി തൻ്റെ റീലിന് റീച്ച് കിട്ടാൻ വേണ്ടി ബസ്സിൽ കയറി വെറുതെ ഒരുത്തൻ്റെ അപമാനിച്ച് ആ സഹോദരൻ്റെ ജീവനും കുടുംബവും നഷ്ടപ്പെട്ടു പോയ നിലയിൽ പ്രതീക്ഷിക്കാത്ത റീച്ച് കിട്ടിയില്ലേ എന്നതുപോലെ തന്നെയത് ഇദ്ദേഹം ഉദ്ദേശിച്ച് എന്നെ ഒന്ന് ഫേമസ് ആക്കാൻ പറഞ്ഞ് ഇപ്പോൾ ഫേമസ് ആയില്ലേ. ഈ ക്ഷമാപണം കൂടെ വന്നപ്പോൾ അതിലും ഫേമസ് ആകാൻ പോവുക. കാരണം ഈ സഹോദരൻ്റെ ഉള്ളിലെ ലക്ഷ്യം പണം തന്നെയാണെന്ന് തൻ്റെ വാക്കിൽ വളരെ വ്യക്തം. താൻ പറയുക, അന്ന് ലൈവ് ചെയ്തത് അറിയാൻ പാടില്ലാത്ത പിള്ളേരായിരുന്നു. ആ പിള്ളേർ അത് കട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥമല്ല, ഞാൻ ആദ്യം പറഞ്ഞതാണ്, അവൻ പിടിക്കപ്പെടുമ്പോൾ മാത്രമല്ല കുറ്റവാളിയായിട്ട് മാറുന്നത്. അതാദ്യം മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈവ് വിട്ട് ജനം അറിഞ്ഞപ്പോഴാണ് തൻ്റെ പൊള്ളത്തരം പുറത്തു വന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? തൻ്റെ മുന്നിലിരിക്കുന്ന വെറും പൊട്ടന്മാരാ. ഇത് ലൈവായിട്ട് കാണുന്നവരും കേൾക്കുന്നവരും വെറും വിട്ടികളാണ്, മന്ദബുദ്ധികൾ, കാച്ചിൻ്റെ ബോധമില്ലാത്തവർ. പിന്നെ വെളിവും ബോധമുള്ള കുറച്ച് ആളുകൾ പുറത്തുണ്ട്.
അവരിത് കേട്ടാൽ ഈ ട്രിക്ക് തിരിച്ചറിയും. മനസ്സിലായോ? തൻ്റെ സഭയിലെ മെമ്പേഴ്സായിട്ട് പോയിരുന്ന് യോഗം ആരാധന കൂടി പ്രസംഗം കേട്ട് കമ്മലും മാലയൊക്കെ പറിച്ചിട്ട് പേഴ്സിൽ നിന്ന് 500 തന്നെ പിറക്കി എറിയുന്നവർ കേട്ടോണം. നിങ്ങൾക്ക് അദ്ദേഹം ഇട്ട വിലയാണിത്. ഏതോ ഡോക്ടറുണ്ടല്ലോ, അതിനകത്ത് ഡോക്ടറിപ്പുണ്ട്, എനിക്ക് സഹതാപം തോന്നുന്നു. ആ ഡോക്ടറെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്നും കേട്ടാൽ നിങ്ങൾക്കൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ല. ഇതിനകത്തുള്ള കള്ളത്തരവും നിങ്ങൾക്ക് പിടികിട്ടിയല്ല. കാരണം നിങ്ങൾ വെറും മന്ദബുദ്ധികളാണ്. എന്നാൽ പുറത്ത് ചെയ്ത് വിവരമുള്ളവരുണ്ട്, അവർ കേട്ടാൽ പ്രശ്നമാകും. അതല്ലേ സഹോദരൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അവർ കേൾക്കാൻ കാരണം ഈ പുതിയ കുട്ടികളാണ് ഇത് ലൈവ് ചെയ്തത്. എങ്ങനെയുണ്ട്? എന്നാൽ ഞാൻ ഇന്നൊരു വചനം പറയാം. സക്കായിയുടെ ജീവിതത്തിൽ യേശുവിനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. താൻ അബ്രഹാമിൻ്റെ മകനൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വാക്തത്വമുണ്ട്, പ്രമാണമുണ്ട്, ആരാധനയുണ്ട്, നല്ല ഒരു പിതാവ് ഉണ്ട്. പാരമ്പര്യം പറയാൻ പറ്റിയൊരു പിതാവും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തിന് രക്ഷ വന്നില്ല. പക്ഷേ യേശുമായിട്ടുള്ള സംസാരത്തിൽ തനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. താൻ എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ വസ്തുവകകളിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ വചനം വായിക്കുമ്പോൾ വളരെ ഓർമ്മ വരുന്നൊരു കാര്യം, എൻ്റെ ശ്രോതാക്കളിൽ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. കൊട്ടാരക്കരയിലൊരു അഭിഷിക്തൻ്റെ റൂമിൽ വന്നിച്ച് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അത് ജനങ്ങളെല്ലാം അത് അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ആക്കി വല്ലാതെ വികൃതമാക്കി വിട്ടപ്പോൾ വേറിട്ട ചിന്തയിൽ മാത്രമേ എൻ്റെ യഥാർത്ഥ പോയിന്റ് പറഞ്ഞുള്ളൂ. കർത്താവ് വന്നെന്നുള്ള ശരിയാ, അത് പറഞ്ഞു തന്നോടാണ്. എന്താണെന്ന് പറഞ്ഞാൽ പോട്ടെ, അത് ഞാൻ ആ പോയിന്റ് കുത്തിപ്പൊക്കല്ല. പക്ഷേ അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ ശിങ്കിടികൾ ഒരു വീഡിയോ ഇറക്കി. അതിൻ്റെ അകത്ത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ചിരി വന്ന്. ഈ പൊട്ടന്മാരോട് പറഞ്ഞതിൻ്റെ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്യാതിരിക്കുക. ഞങ്ങളുടെ അപ്പോസ്തലൻ അവിടെ എത്ര വീട് വെച്ച് കൊടുത്തു, ഇവിടെ ഇത്ര വീട് വെച്ച് കൊടുത്തു, അവിടെ ഇത്ര കുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. യേശുവിൻ്റെ മുമ്പിലേക്ക് കുറേ ലിസ്റ്റ് ഇങ്ങനെ വാരി സക്കായി എറിഞ്ഞില്ലേ? ഇതുപോലെ ഇങ്ങോട്ട് മറുപടി ഇല്ല. ഞങ്ങളുടെ അപ്പോസ്തലൻ അത് ചെയ്തു, ഇത് ചെയ്തു. ഞാനൊന്ന് ചോദിക്കട്ടെ സക്കായി, നിനക്ക് ഈ ചാരിറ്റി വർക്ക് ചെയ്യാനുള്ള പൈസ എവിടുന്ന് കിട്ടിയേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, കൃത്യം പറയാം. ഇവിടെ 10 രൂപ കരം വാങ്ങിക്കേണ്ട ഇടത്തുനിന്ന് നീ എത്ര വാങ്ങിച്ചു? 20. അപ്പം നിനക്ക് എത്ര കിട്ടി? അനധികൃതമായി നീ എത്ര സമ്പാദിച്ചു? 10. ആ 10-ൽ നീ 5 എടുത്തിട്ട് ചാരിറ്റി വർക്ക് ചെയ്തു അല്ലേ? അവിടെ വീട് വയ്ക്കാൻ പൈസ കൊടുത്തു, ഇവിടെ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടാൻ പൈസ കൊടുത്തു, അവിടെ ചികിത്സ സഹായം കൊടുത്തു. നല്ല പേര് ആരുടെ മുമ്പിൽ? സമൂഹത്തിന് മുന്നിൽ. ഈ പൈസ എവിടെയാണ് കേട്ടാ? ഇത് ആരുടെ പൈസ മോനെ? നീ 10 രൂപ മേടിക്കുന്നിടത്ത് നീ 20 രൂപ മേടിച്ചിട്ട് അതിനകത്ത് നിന്ന് 5 രൂപ എടുത്ത് ചാരിറ്റി വർക്ക് ചെയ്തിട്ട് നിനക്ക് ഭയങ്കര സന്തോഷമല്ലേ? ഇത് തന്നെയാണ് അപ്പോസ്തല ഈ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നതിന്. പിന്നെ ഞാനതിൻ്റെ വിടാതെ ഈ മറവ് ചെയ്ത ശവം രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അത്ര യോഗ്യമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ സക്കായി പറയുക, വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്നല്ല, കൊടുക്കുന്നുണ്ട്. ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ സക്കായി. എവിടേക്ക് ഒന്നോടൊന്ന് ആലോചിച്ച്, ഞാൻ വല്ലവരോടും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ശ്രദ്ധിക്കണം. സക്കായി ലൈവിൽ വന്നിട്ട് ഒരു വണ്ടിക്കത്തൊക്കെ കയറിയിരുന്നിട്ട് ഒറ്റ ക്ഷമാപണം, ഞാനതങ്ങനെ നിങ്ങളുടെ അനധികൃതമായിട്ട് 10 രൂപ മേടിച്ചു എന്നുള്ളത് യേശു വന്നപ്പോഴല്ലേ നിങ്ങൾ അറിഞ്ഞത്? യേശു ആ വഴിയെ വരണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷേ യേശു വന്നുപോയി. യേശു വന്നു പോയി കണ്ടപ്പോൾ എല്ലാവരും അത് അറിയും. അതുകൊണ്ട് ഞാൻ എല്ലാവരോട് ക്ഷമിക്കണം എന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നല്ല, 4 മടങ്ങി മടക്കി കൊടുക്കാമെന്ന്. എന്തൊരു മാനസാന്തരം അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ ആദ്യം ആ അക്കൗണ്ടിലേക്ക് ഒരു 20,000 ഇട്ട് കൊടുത്ത സഹോദരി 80,000, 4 മടങ്ങ് 80,000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയെങ്കിലേ ഈ സക്കായിയുടെ ഭവനത്തിന് രക്ഷ വരികയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിന് വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയുക. 4 മടങ്ങ് മടക്കി കൊടുക്കരുത്. അതാണ് അനുതാപം. അല്ല, ഞാനത് ചോദിക്കട്ടെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാനുണ്ട്. താൻ പറയുന്നത് തനിക്ക് 30 വയസ്സ് അടുത്തായുള്ളൂ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് മോനെന്ന് വിളിക്കും. കാരണം ഇദ്ദേഹം ജനിച്ചു വളർന്ന പട്ടണത്തിൽ
അതിനു മുൻപ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിത്തം കഴിഞ്ഞ് പോന്ന 88 ഞാൻ അവിടുത്തെ പഠിത്തം കഴിഞ്ഞു. അപ്പം ഒന്ന് കണക്ക് കൂട്ടിക്കോ. അപ്പം മോനെ ഞാനൊന്ന് പറയാം, ഈ തെണ്ടി ഒന്നും കർത്താവിൻ്റെ വേല ചെയ്യണ്ട. എനിക്കൊക്കെ അങ്ങനൊരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യത്തിന് സംഗീത ഫീൽഡിൽ ഉള്ള സംഗീത കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കുടുംബത്തിൽ തന്നെ ആളുകളുണ്ട്, അറിയാവുന്നവർക്കറിയാം. അത്യാവശ്യത്തിന് 10 പേരുടെ മുമ്പിൽ വെക്കാനുള്ള മൈക്ക് സെറ്റുണ്ട്. ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നിരത്തി വെക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കയറി അവിടെ പൊട്ടുന്നു ഇവിടുന്ന് പൊട്ടുന്നു എന്ന് പറയാൻ അറിയാവുന്നവരുണ്ട്, പക്ഷെ തൊലിക്കെട്ടിയുള്ളവരില്ല. അപ്പോൾ വലിയൊരു മെഗാ ചർച്ചയൊക്കെ തുടങ്ങാൻ എല്ലാ രീതിയിലും കപ്പാസിറ്റി ഉള്ളവരുണ്ട്, പക്ഷേ മനത്തൻ്റോടുള്ളവരില്ല. കാരണം ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പം ഞാൻ പറയാം, കർത്താവ് വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സമർപ്പണം എന്നൊരു പണമുണ്ടെങ്കിൽ കാര്യങ്ങളോട് നടക്കും. ഈ തെണ്ടിയൊന്നും കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഭവനത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മച്ചി വന്നു, വേളാങ്കണ്ണിയിലേക്ക് ഒരു നേർച്ച തരാമെന്ന് ചോദിച്ചു. ഞാൻ എന്ത് നേർച്ച? ഞാൻ 101 വീട്, എന്നോട് പറഞ്ഞ വാക്ക് പറയുക, 101 വീട് തെണ്ടി ഞാനവിടെ കൊണ്ടു തന്നേക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താ അമ്മച്ചി, എൻ്റെ മോൾക്ക് ക്യാൻസറായിരുന്നു. അത് മാറിയോ? മാറി. അമ്മച്ചിയുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടോ? ഉണ്ട്, ചുറ്റുപാടുണ്ട്. ഈ ജോലി ഇതിനു മുമ്പ് ആരെങ്കിലും കുടുംബത്തിലുള്ളവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ജോലി ചെയ്തവരെക്കുറിച്ച് സമൂഹത്തിലുള്ള ഒരു മാന്യത, ഈ തെണ്ടിപ്പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ആണ് അതിൻ്റെ ഒരു അർത്ഥം. അതിൻ്റെ മാന്യത ഉണ്ടോ? ഇല്ല. വളരെ മോശമായ കാര്യമാണ്. അഭിമാനത്തിന് വേദന ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇത് ആരോട് പ്രാർത്ഥിച്ച്? ഈശോയോട്. ഏത് ഈശോയാണ്? മാന്യമായി ജീവിച്ച് നിങ്ങളെ ഒരു തെണ്ടിയാക്കിയ ഈശോയാരെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഞാനൊരു ഈശോയെ പറയാം. അനേക തെണ്ടികളെ മാന്യതയുടെ ഉയർച്ചയിലെത്തിച്ചൊരു ഈശോയെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോഴമ്മച്ചിക്ക് കാര്യം മനസ്സിലായി, ചേർന്നിച്ചൊരു വചനവും പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞത്, മാന്യമായി ജീവിച്ചു എന്നൊരു വ്യക്തിയെ തെണ്ടിയാക്കി മാറ്റിയ ഒരു ഈശോയാണ് അവർ കണ്ടെത്തിയത്. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് മറ്റുള്ളവരോട് ചെന്ന് തെണ്ടി വ്യാജം പറഞ്ഞ്, നുണ പറഞ്ഞ്, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ് പണം ഉണ്ടാക്കി ഒരു വേല ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവിനെയല്ല ഞാൻ ബൈബിളിൽ കണ്ടേ. നിന്റെ സമർപ്പണം ശരിയാണെങ്കിൽ നിനക്കുള്ള പണം അതെതിലെ ഓടി നടന്നാലും സമയം 9-ന്റെ മുന്നിൽ വരും. ഞാൻ വചനം പറയട്ടെ. ഈ പത്രോസിനോട് ഈ കരമടയ്ക്കുന്ന ആളുകളൊന്ന് ചോദിച്ചു, നിൻ്റെ ശിഷ്യന്മാർ കരമടയ്ക്കുന്നില്ലയോ? മറുപടി പറഞ്ഞു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചുരുക്കി പറയട്ടെ. കർത്താവ് പറഞ്ഞു, നീ ചെന്ന് കടലിൽ ചെന്നിട്ട് ചൂണ്ടയിടാൻ പറഞ്ഞു. ചൂണ്ടയിട്ടു, മീൻ കിട്ടി. അവരുടെ കാര്യം നടന്നില്ലേ? എന്ത് പണം അവർക്ക് വേണ്ടേ? ദ്വിദ്രഹ്മ പണം. 2 പേർക്കാകുമ്പോൾ ചതുർദ്രഹ്മ പണം വേണം. കിട്ടിയോ? കിട്ടി. കാരണം എന്താ? തൻ്റെ സമർപ്പണം ശരിയായിരുന്നു. സകലതും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയതാണ്. പിന്നെ പത്രോസിൻ്റെ ഒരു ശ്രേഷ്ഠ അനുഭവം കൂടി കൂടെ പറയാം. പത്രോസിന് ഇതിനു മുൻപിൽ പണം കിട്ടിയിട്ടുണ്ടോ? മീൻ പിടിക്കാൻ പോയി പണം കിട്ടിയിരുന്നു, പക്ഷെ മീനിൻ്റെ വായിൽ നിന്നല്ല. തനിക്ക് കിട്ടുന്ന മീൻ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ പകരം പണം കിട്ടും. എന്താ? പകരം പണം കിട്ടും. അപ്പോഴത്തെ വ്യത്യാസം പറയാം. ഈ മീൻ കൊണ്ട് ഭക്ഷിക്കുന്ന മറ്റൊരാൾ, അപ്പോൾ പത്രോസിൻ്റെ പേഴ്സിൽ പണം വന്നു. അല്ല, പത്രോസ് ഈ മീൻ കൊണ്ട് ഭക്ഷിക്കുകയാണെങ്കിൽ പത്രോസിൻ്റെ കയ്യിൽ പണമില്ല. പക്ഷേ സമർപ്പണമെന്ന പണത്തോടു കൂടി കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മീനും പണവും ഒരുമിച്ച് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നേരത്തെ പണം ആവശ്യമാണെങ്കിൽ മീൻ ആമ്പിള്ളേർക്ക് കൊടുക്കണം. താൻ മീൻ തിന്നാൽ പണം മറ്റുള്ളവർ പോക്കറ്റിൽ കിടക്കും. മീനും പണവും ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭമില്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ മീനും പണവും ഒരുമിച്ച് അനുഭവിക്കുന്നത് യേശുവിൻ്റെ പിന്നാലെ വന്നിട്ടാണ്. സഹോദര, താങ്കളുടെ പ്രവർത്തനത്തിൽ വിശ്വാസികൾ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത സഭയിലാക്കണ്ടേ? എന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഒരു സഹോദരനെ വിളിച്ചു. വേറിട്ട ചിന്തയുടെ പല വചനങ്ങൾ കേട്ടപ്പോൾ തനിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. എന്നോട് ചോദിച്ചു,
എനിക്കതുപോലുള്ളൊരു ആരാധന കൂടുന്ന ഇടം വേണം. താൻ ആരാധിക്കുന്ന ആരാധന ഇടം അത്ര തൃപ്തിയല്ലെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. തനിക്കൊരിടം വേണം. എന്നോട് ചോദിച്ചു. എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തിനെ വിളിച്ച് ആ പ്രദേശത്തുള്ളൊരു പാസ്റ്ററെ കണ്ടെത്തി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ മാതാവിനെക്കുറിച്ചുള്ള വീഡിയോ, കത്തോലിക്ക ഉപദേശത്തിലുള്ള വീഡിയോ ഇട്ടപ്പോൾ ധാരാളം വ്യക്തികൾ എന്നെ വിളിച്ച് ഞങ്ങൾ കൊന്തച്ചൊല്ലൽ നിർത്തി, മാതാവിനുള്ള പ്രാർത്ഥന നിർത്തി. ഇപ്പോഴാണ് സത്യം മനസ്സിലായത്, ലോകം ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിത്യജീവൻ, നിത്യരക്ഷ വേണം. സഹോദരൻ്റെ വീഡിയോ കേട്ടപ്പോഴാണ് എൻ്റെ ഗൗരവം മനസ്സിലായെന്ന് പറഞ്ഞ് അനേക ആളുകൾ വിളിച്ചു ചോദിച്ചു, വേണമെങ്കിൽ ഇവരെയൊക്കെ കൂട്ടി വെച്ചൊരു സഭ തുടങ്ങാം. ഞാൻ അടുത്തുള്ള സഭക്കാരെ കണക്ട് എന്ന് പറഞ്ഞാൽ ഇന്ന സഭകൾ ഞാൻ പേരെടുത്ത് പറഞ്ഞ് പുതുതായിട്ട് വന്ന കുറേ ന്യൂജൻ തുള്ളിച്ചാടി എന്ന് പറയുന്ന കൂട്ടമല്ല. ഇവിടെ പുരാതനമായി ഉണ്ടായിരുന്ന വേർപാട് സഭകളുണ്ട്. അത് ഒരുപക്ഷെങ്കിൽ ഇപ്പം പുതിയ തലമുറ വന്ന അധികാരത്തിനും പണത്തിനും വേണ്ടി എൻ്റെ പേരും പ്രശസ്തിക്കും നശിപ്പിച്ചു. എന്നാലും എൻ്റെ ഇടയ്ക്കൊക്കെ സത്യത്തിൽ ആരാധിക്കുന്ന കുറേ ദൈവജനവും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന കുറേ പാവപ്പെട്ട അപശക്തന്മാരും ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് ഇന്ന സ്ഥലം ചെല്ലുക എന്ന് പറഞ്ഞു. വിദേശ രാജ്യത്തു നിന്ന് ഒരാൾ എൻ്റെ വീഡിയോ കേട്ടിട്ട് കത്തോലിക്ക വിശ്വാസിയാണ്, തനിക്ക് വിശ്വാസം വന്നു, താൻ കേരളത്തിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് സ്നാനപ്പെടണം. ആലപ്പുഴയിൽ നിന്നൊരാൾ വിളിച്ച് ചോദിച്ചു എനിക്ക് സ്നാനപ്പെടണം. ഞാൻ ഇവരെല്ലാം അടുത്തടുത്തുള്ള സഭ ഇന്ന സഭയിൽ പോകാൻ പറഞ്ഞു വിട്ടതല്ലാതെ എനിക്ക് വേണമെങ്കിൽ തെണ്ടിയൊരു സഭ തുടങ്ങാനുള്ള കരുത്തും അതിനുള്ള തൻ്റെ ഇടമുണ്ട്. പക്ഷേ അതിനുള്ള തൻ്റെ ഇടം എന്ന് ഉദ്ദേശിച്ചത് മാനുഷിക തൻ്റെ ഇടം. പക്ഷെ ദൈവം മുമ്പാകില്ല സഹോദര. കർത്താവിന് വേണ്ടി അങ്ങനെ തെണ്ടി കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവനെ പഠിപ്പിച്ചിട്ടില്ല. എത്ര വർഷം ഞാൻ വെറുതെ വീട്ടിലെന്നറിയാമോ? കാരണം ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് പോയി. മാത്രമല്ല കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിലൂടെ പോയി കർത്താവിൻ്റെ സുവിശേഷമായി പോയി. ചില വർഷങ്ങൾ ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നു. അത് കർത്താവ് ആഗ്രഹിച്ച കാലമായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഇപ്പോൾ ചെയ്തു വരുന്ന ശുശ്രൂഷ വളരെ തൃപ്തിയോടുകൂടി അനേകർ സത്യം പഠിക്കാനും അനേകർക്ക് സത്യ ഉപദേശത്തിലേക്ക് വരുവാനും കർത്താവ് സഹായിക്കും. ഇനി ഇതിനെ വിശാലമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ? അത് ദൈവം ചെയ്യട്ടെ. തെണ്ടി എന്ന് കർത്താവിന് വേരിച്ചേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ചെയ്തതിൻ്റെ പരിണത ഫലമായി സുവിശേഷം എത്രയോ വ്യക്തികളുടെ മുന്നിൽ നാറ്റം വമിക്കുന്ന അവസ്ഥയിലെത്തി. സുവിശേഷത്തിലുള്ള മാന്യത നഷ്ടപ്പെട്ടു പോയില്ലേ? എത്ര ചാനലുകാരെ എടുത്തിട്ട് അലക്കി. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ദൈവം ഒരു വിടുതലിന് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അതൊരു ക്യാമറയിൽ പകർത്താൻ അഭിഷിക്തന്മാർ അനുവദിക്കരുത്. കാരണം ക്രൂശിൻ്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, വിശ്വസിക്കുന്നവർക്കാണ് ദൈവശക്തി. അല്ലാതെ പ്രസംഗം ഉണ്ടല്ലോ, നല്ല വചന പ്രസംഗം ഉണ്ടല്ലോ, എടുത്തിട് കേൾക്കട്ടെ. ഒരുപക്ഷെങ്കിൽ ഭവനത്തിൽ നിന്ന് പോയി ഒരു സഭയിൽ പോയിരുന്ന് വചനം കേൾക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സഹോദരന്മാരോ ആൻറ്റിമാരോ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഭവനത്തിൽ ഇരുന്ന് കേൾക്കട്ടെ. അവർക്ക് ദൈവവചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ആരാധനത്തിൽ പോകാനുള്ള അനുവാദമില്ല, വിടത്തില്ല. അവർ വീട്ടിലിരുന്ന് കേൾക്കട്ടെ. പക്ഷേ ഈ പരിപാടികളൊക്കെ ദൈവപ്രവൃത്തിക്ക് ഹാനി വരത്തക്ക, അപമാനം വരത്തക്ക രീതിയിലുള്ളതായ ഒരു വീഡിയോ പ്രദർശനം പബ്ലിക്കുകളുടെ ഇടയിൽ നടത്തല്ലേ. ദൈവം നിങ്ങളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുന്നുവെങ്കിൽ വലിയ കാര്യം. നിങ്ങളെന്തിനാ പ്രചരണത്തിന് വേണ്ടിയാ ഒരു കമ്പനിക്കാർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നല്ല നല്ല സെലിബ്രിറ്റികളെ വെച്ച് അതിൻ്റെ അവരെ കൊണ്ട് പരസ്യമൊക്കെ എടുത്ത് കാണിപ്പിക്കുന്ന അവരുടെ ഉൽപ്പന്നം വിറ്റ് പോകാനാണ്? അതിനു വേണ്ടിയാണോ? നിനക്കായൊരു വേദി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരുവൻ തട്ടിക്കൊണ്ടു പോകത്തില്ല. എൻ്റെ ശുശ്രൂഷ നല്ലതാണ്. ഞാൻ പറയുമ്പോൾ ഭൂതം ഇളകുന്നത് ജനം കേൾക്കാനാണോ, ജനം കാണാനാണോ, അത് കണ്ടിട്ട് ജനം വിളിക്കാനാണോ? തെറ്റിദ്ധാരണ. ഞാനൊരു വചനങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രമുഖനായി അറിയപ്പെടുന്ന ആളാണ് പൗലോസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നു. കാരണം 13-14 ലേഖനം എഴുതുവാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, ഈ വീരനായ ശൂര പരാക്രമശാലിയെ കർത്താവ് പിടിച്ചു. അതോടെ ഇരിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ ഇടയിൽ കർത്താവ് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയിച്ച് വെളിപ്പാടുകൾ കൊടുത്തും രഹസ്യങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുന്നത് ആളുണ്ടായിരുന്നു, പത്രോസ്. ഞാൻ എൻ്റെ സഭയെ പണിയുന്ന എല്ലാവരോടാണ് പറഞ്ഞേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞില്ലേ? അവിടെ ഇരിക്കട്ടെ. കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് നാം ഗ്രഹിക്കുന്ന ഒരു ശിഷ്യനുണ്ട്, യോഹന്നാൻ.
ഈ 2 അപ്പോസ്തലന്മാരോട് ഉണ്ടായിട്ട് ശൗലിന് കാഴ്ച ലഭിക്കേണ്ടതിന് തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാനായി. എന്നാൽ പസ്ത്രോസ് എന്ന് പറയുന്നൊരു മൂപ്പനായ 1ാമത്തെ പോപ്പ് ഇവിടെയുണ്ട്. തന്നെ പറഞ്ഞുവിടാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച അപ്പോസ്തലൻ യോഹന്നാനുണ്ട്. തന്നെ പറഞ്ഞുവിടാന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെയും ഒരു അനന്യാസ് കിടപ്പുണ്ട്. അനന്യാസോട് പറയുന്നു, നിന്നയേറ്റ് പരിഹാസം പറ്റി കിടക്കുന്ന അനന്യാസെ, ശുശ്രൂഷയ്ക്ക് എനിക്കൊരു വേദിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യാകുലപ്പെട്ടിരിക്കുന്ന അനന്യാസെ, നിനക്കായിട്ടൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റിയുള്ള പത്രോസ് അടക്കരിക്കട്ടെ, സീനിയോറിറ്റിയുള്ള യോഹന്നാനോടിരിക്കട്ടെ, പുതിയ ശിഷ്യണം വരുത് എന്ന് അവൻ പിന്നീട് എഴുതി വെച്ചെങ്കിലും പുതിയ ശിഷ്യനായ നിന്നെ കൊണ്ട് തന്നെ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ നിനക്കായി ഒരു ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ പ്രചരണത്തിന് വേണ്ടി ഈ വീഡിയോകളൊക്കെ പിടിച്ച് പേക്കൂത്ത് പറയുമ്പോഴൊക്കെ ജനത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് പ്രചാരം നേടുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ സാരമില്ല, ഇന്ന് തിരുത്തിക്കോ. അഭിഷിക്ത, നിനക്കായൊരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണല്ലോ മോശ ഒറ്റയെറിഞ്ഞ് പൊട്ടിച്ചെങ്കിലും എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യൻ ആരുള്ളൂ. അത്രയ്ക്കും വലിയ സൗമ്യന ഒറ്റയടിക്ക് തല്ലിക്കൊന്നിട്ട് മണലിൽ കുഴിച്ചിട്ടത്. പോട്ടെ, അപ്പോൾ ദൈവം അതെങ്ങനെ കണ്ടെന്നുള്ള കാര്യം ദൈവത്തോട് ചോദിക്കുക. ഇനി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നത് ജനം അറിഞ്ഞപ്പോഴല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നിയേ, എന്നാൽ ജനം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സുവിശേഷ യോഗങ്ങളിൽ ഞാൻ കണ്ട മിക്കവാറും വീഡിയോകളിൽ എല്ലാം തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ കേവലം മനുഷ്യരുടെ മുൻപിൽ മാത്രം ക്ഷമ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ പ്രസംഗത്തിലെ ഓരോ ആശയങ്ങളും ദൈവം മുൻപാകെ 1000 ക്ഷമ പറഞ്ഞാലും തീരുന്നതല്ല. എത്രയും വേഗം നിങ്ങൾ സത്യവചനം മനസ്സിലാക്കി, സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി, നിത്യരക്ഷയുടെ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി, കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കടന്നു വന്ന് യഥാർത്ഥമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ക്ഷമാപണത്തിൽ ഇവിടെ ആരൊക്കെയോ അഭിനന്ദനം പറഞ്ഞതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിശ്ചയമായും സുവിശേഷം എന്താണ്, എന്തിനാണ്, കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തിനാണ്, നമുക്ക് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്, ഇത് മനസ്സിലാക്കി സത്യപ്രമാണത്തിലേക്ക് കടന്നു വന്നാൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ല എങ്കിൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.